ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ക്രീം കാരമൽ സിനമൺ റോൾ. ഇതിലേക്കായിട്ട് നമുക്കൊരു 1/3 കപ്പ് ഈസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/2 കപ്പ് പാല്. ആദ്യം തന്നെ നമുക്ക് കുഴിവുള്ളൊരു പാത്രത്തിലേക്ക് ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് പൊങ്ങാനായിട്ട് വെക്കേണ്ടെന്ന് ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് മൈദ മാവ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ബട്ടറാണ്. ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടിയായിട്ടല്ല, കുറച്ച് ഒന്ന് അയവിൽ വേണം മാവൊന്ന് നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. മാവ് ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ മാവ് ആവശ്യമായിട്ടുള്ള വരും. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് അതൊരു കുറച്ചൊന്ന് തൂക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊങ്ങി വന്നിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാവ് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അതിനുശേഷം ഞാനിത് വീണ്ടും 2ആയിട്ട് മാറ്റിയിട്ടുണ്ട്, കാരണം ഇതൊരു 2 ട്രിപ്പിനുള്ള സിനമൺ റോളുണ്ട്. അപ്പോൾ ഞാനിത് 2ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് സിനമൺ റോളിലേക്ക് ചേർക്കേണ്ടത് സിനമണിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ജാഗറി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 കഷ്ണം കറുവാപ്പട്ട അതൊന്ന് പഞ്ചസാരയുമായിട്ട് ചേർത്ത് പൊടിച്ചത് ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ജാഗറി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. കറുവപ്പട്ട തനിയെ പൊടിക്കാനായിട്ട് പാടാണ്, അതുകൊണ്ടിട്ടാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത്. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ മിക്സ് ഒന്ന് ഇടണം. ഇനി നമുക്ക് ഈ മാവ് ഒരു അരികിൽ നിന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി അതൊരു നൈഫ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ബട്ടർ പുരട്ടിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഡൗ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള കരാമൽ തയ്യാറാക്കാം. അതിലേക്കായിട്ട് ഞാനൊരു 6 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചെറുതായിട്ട് കാരമലൈസായി വരുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഈ നിറമൊന്ന് മാറി ബ്രൗൺ കളറാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അതല്ലെങ്കിൽ ഇത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, കയ്യിലൊക്കെ വന്ന് വീഴും. അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ആ ഒരു പാകമാകുമ്പോഴേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിനമൺ റോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 2 ട്രിപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു ട്രേയിലും 2 ട്രേയിലായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ മിശ്രിതം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് വാട്ടറി ആണെന്ന് തോന്നും, പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യും.
അപ്പോൾ നമ്മുടെ ക്രീം കാരാമൽ സിനമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയ വിഭവമാണ്. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.